ദൈവത്തിന്റെ അതിപരിശുദ്ധ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. നമുക്ക് യുകെയിലുള്ള എക്സിറ്റർ ഹെബ്രോൺ സഭയുമായി ചേർന്ന് ഒരിക്കൽ കൂടി തിരുവചനവുമായി നിൽപ്പാൻ കർത്താവ് അവസരമൊരുക്കിനെ ഓർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എന്റെ ശബ്ദം ശ്രവിക്കുന്ന എല്ലാവർക്കും ക്രിസ്തുയേശുവിന്റെ നാമത്തിലുള്ള സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. മീറ്റിംഗ് ലീഡ് ചെയ്യുന്ന പ്രിയപ്പെട്ടവനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവരെയും ഇന്ന് രാത്രികാലം ധാരാളമായിട്ട് അനുഗ്രഹിക്കുമാറാകട്ടെ. ഇന്ന് രാത്രിയിലെ ചിന്തയ്ക്കായിട്ട് ഒരു വേദവചനം വേഗം വായിക്കുകയാണ്. യോഹന്നാന്റെ സുവിശേഷം 14-ാം അധ്യായം 18-ാമത്തെ വാക്യം. കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. എന്നാലേ ഞങ്ങൾക്ക് സംതൃപ്തി ഉണ്ടാകുകയുള്ളൂ. മതി എന്ന് പറയുന്നത് ഒരു സംതൃപ്തിയുടെ വാക്കാണ്, തികഞ്ഞതിന്റെ വാക്കാണ്. ജീവിതത്തിന്റെ ശൂന്യത എന്ന് പറയുന്നത് ദൈവത്തെ വേണ്ടവണ്ണം കാണാൻ കഴിയുന്നില്ല എന്നുള്ളതാണ്. ഇന്ന് രാത്രിയിൽ സങ്കീർത്തനം സൃഷ്ടിച്ചപ്പോൾ പ്രിയ ജോൺസൺ ഒരു സൃഷ്ടിച്ചിട്ടുണ്ട്. ഞങ്ങളെ യഥാസ്ഥാനപ്പെടുത്തണമേ, തിരുമുഖം ഞങ്ങളുടെ മേൽ പ്രകാശിപ്പിക്കണമേ. ആ തിരുമുഖം കാണുമ്പോൾ നമ്മുടെ ഭാരങ്ങളെല്ലാം മാറും, വേദനകളെല്ലാം മാറും, നിരാശകൾ മാറും. കർത്താവിനെ കാണുക എന്നുള്ളതാണ് ഏറ്റവും അതിപ്രധാനമായ വിഷയം. നാം അതാത് ഭവനങ്ങളിൽ നിന്ന് പ്രാർത്ഥിക്കുമ്പോൾ, ദൈവവചനം കേൾക്കുമ്പോൾ, ഇന്ന് രാത്രിയിൽ ദൈവത്തിന്റെ തിരുസാന്നിധ്യം നമ്മൾ ഓരോരുത്തരും അനുഭവിക്കും. വചനം ശുശ്രൂഷിക്കുന്ന ഞാനും വചനം കേൾക്കുന്ന നാം ഓരോരുത്തരും ദൈവ സാന്നിധ്യം അനുഭവിക്കുമ്പോഴാണ് നമുക്ക് സംതൃപ്തി ഉണ്ടാകുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചപ്പോൾ അവർ ഭക്ഷിച്ച സംതൃപ്തരായി. എങ്കിൽ ഇന്ന് രാത്രിക്കാലം ഒരു സംതൃപ്തിയുടെ അനുഭവത്തിലേക്ക് ദൈവം നമ്മെ നടത്തുവാൻ ആഗ്രഹിക്കുകയാണ്. അതിന് നമ്മുടെ കണ്ണുകളെ ഒന്ന് തുറക്കണം, നമ്മുടെ അകങ്കണ്ണുകളെ തുറക്കണം. പൗലോസ് എഫേസ്യ സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നത് പോലെ നമ്മുടെ ഹൃദയദൃഷ്ടി ഒന്ന് പ്രകാശിക്കണം. കർത്താവിനെ കണ്ടാൽ നമുക്ക് സംതൃപ്തിയായി. മതി, മതി. ഇന്ന് രാത്രിയിൽ സംതൃപ്തിയുടെ വാക്ക് പറയുവാൻ ദൈവം നമ്മളെ ഇന്ന് രാത്രി നമ്മെ ബലപ്പെടുത്തുമാറാകട്ടെ. ഉൽപ്പത്തി പുസ്തകം 45-ന്റെ അവസാനവും ഇതുപോലെ ഗോത്രപിതാവായ യാക്കോബ് പറയുന്നുണ്ട്, എന്റെ മകൻ യോസേഫ് ജീവിച്ചിരിക്കുന്നു, എനിക്ക് അവനെ കാണണം, എനിക്കത് മതി. അവന്റെ ജീവിതത്തിൽ യോസേഫിനെ കണ്ടു കഴിയുമ്പോൾ സംതൃപ്തി ഉണ്ടാകുകയാണ്. സംതൃപ്തി. അപ്പൊ അതുവരെ തന്നെ അലട്ടിക്കൊണ്ടിരുന്ന വിഷയങ്ങളുടെ പിന്നിൽ യോസേഫിനെ കാണാത്തത് കൊണ്ടായിരുന്നു ശൂന്യത. എന്റെ മകൻ യോസേഫ് ജീവിച്ചിരിക്കുന്നു, ഞാൻ മരിക്കും മുമ്പേ അവനെ പോയി കാണുമെന്ന് പറഞ്ഞു. അതിന് മൂളത്തെ വാക്യം, യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു, മതി, എന്റെ മകൻ യോസേഫ് ജീവിച്ചിരിക്കുന്നു. അതുവരെ അവന്റെ ജീവിതത്തിൽ ചൈതന്യം വരാതിരുന്ന കാര്യം യോസേഫിനെ കാണുന്നില്ല എന്നുള്ളതാണ്. രാത്രി സഹോദര സഹോദരി, നമ്മുടെ ജീവിതത്തിന്റെ ശൂന്യത മാറണമെങ്കിൽ, വേദന മാറണമെങ്കിൽ നമ്മൾ കർത്താവിനെ ഒന്ന് കാണുവാൻ രക്കപ്പെടുന്ന ഏൽപ്പിച്ചു കൊടുക്കണം. യോസേഫ് അയച്ച രഥങ്ങളെ കണ്ടപ്പോൾ അവരുടെ അപ്പനായ യാക്കോബിന് വീണ്ടും ചൈതന്യം വന്നു, മതി, എന്റെ ജീവിതം സംതൃപ്തിയായി, എന്റെ ശൂന്യത മാറി. രാത്രി ചില ജീവിതങ്ങൾ നഷ്ടത്തിന്റെ കണക്കുകളുമായിരിക്കുമ്പോൾ, വേദനയോടെ ആയിരിക്കുമ്പോൾ, ആരോടും ഷെയർ ചെയ്യുവാൻ കഴിയാതെ നാളുകളായി ദുഃഖത്തിലും വേദനയിലും ഇങ്ങനെ എന്റെ നരയ ദുഃഖത്തോടെ പാതാളത്തിൽ അയക്കപ്പെടുമെന്ന് സ്വയമായി വിധിയെഴുതി യാക്കോബിനെ പോലെ വിഷയങ്ങളുടെ മുഖത്ത് ഭാരപ്പെട്ടിരിക്കുമ്പോൾ പരിശുദ്ധാത്മാവി വചനം പറയുന്നു, യോസേഫ് അയച്ച രഥങ്ങളെ കാണുന്നത് പോലെ പ്രതീക്ഷിക്കാത്ത സമയത്ത് ഒരു കാഴ്ചപ്പാടിലേക്ക് നടത്താൻ പോകുകയാണ്. ആ കാഴ്ചപ്പാടിലാണ് നമുക്ക് ധൈര്യം ഉണ്ടാകുന്നത്, ആ കാഴ്ചപ്പാടിലാണ് ചൈതന്യം വരുന്നത്, അവിടെയാണ് സംതൃപ്തി ഉണ്ടാകുന്നത്. മതി. ഇവിടെ ഈ വേദഭാഗത്ത് ഫിലിപ്പോസ് പറയുന്നു, പിതാവിനെ ഞങ്ങൾ കാണിച്ചു തരണം,
എന്നാൽ ഞങ്ങൾക്ക് മതി. രാത്രി നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? എന്റെ ദൈവത്തെ എനിക്കൊന്ന് കാണണം. എന്റെ ദൈവത്തിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എനിക്ക് എല്ലാം ഉണ്ട്. കർത്താവ് ഉണ്ടെങ്കിൽ നമുക്കെല്ലാം ഉണ്ട്. കർത്താവിന്റെ സാന്നിധ്യം ഉണ്ടെങ്കിൽ എല്ലാം ഉണ്ട്. കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ, യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ നിരാശകളെല്ലാം മാറും. ഈ ആവശ്യം കർത്താവിനോട് പറയുന്നത്, കർത്താവ് തിരഞ്ഞെടുത്ത 12 അപ്പോസ്തലന്മാരിൽ ഒരാളായ ഫിലിപ്പോസാണ്. വേദപുസ്തകം പഠിക്കുമ്പോൾ 2 ഫിലിപ്പോസുമാരുണ്ട് പുതിയ നിയമത്തിൽ. പ്രധാനപ്പെട്ട 2 ഫിലിപ്പോസ്. ഒന്ന്, യേശുവിന്റെ തിരഞ്ഞെടുക്കപ്പെട്ട 12 അപ്പോസ്തലന്മാരിൽ ഈ ചോദ്യം ചോദിച്ച, ഞങ്ങൾക്ക് പിതാവിനെ കാണിച്ചു തരണമെന്ന് ചോദിച്ച ഫിലിപ്പോസ്. രണ്ടാമത്തെ ഫിലിപ്പോസാണ് ദൈവസഭയുടെ നടത്തിപ്പിന് വേണ്ടി പ്രവർത്തന പുസ്തകത്തിലേക്ക് കടന്നു വരുമ്പോൾ 6-ാമത്തെ അധ്യായത്തിൽ ഭൗതിക കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ 7 പേരെ തിരഞ്ഞെടുത്തു. അതിലൊരാളാണ് രണ്ടാമത്തെ ഫിലിപ്പോസ്. 2 ഫിലിപ്പോസ് 2 വ്യത്യസ്ത വ്യക്തികളാണ്. അത് അപ്പോസ്തലപ്രവൃത്തി 6-ാം അധ്യായത്തിൽ ആ വിഷയമുണ്ട്. ആദിമ സഭയുടെ കൂടിവരവിൽ എബ്രായ ക്രിസ്ത്യാനികൾ, യവന ക്രിസ്ത്യാനികൾ കൂടി ഒന്നൊരുമിച്ച് ആരാധിക്കുമ്പോൾ അവരെടുത്ത് താമസിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ആരാധിക്കുന്നു. ഭാഷാ പ്രശ്നം അവരുടെ കടന്നു വന്നു. യഥാർത്ഥ യഹൂദന്മാർ എബ്രായ ഭാഷ പറയുമ്പോൾ മറ്റ് ജാതീയ രാജ്യങ്ങളെ കുടിയേറി പാർത്തവർ യവന ഭാഷ സംസാരിക്കുന്നു. അപ്പോൾ തന്നെ ജാതികളിൽ നിന്ന് കടന്നു വന്ന പലരുണ്ട്. അപ്പൊ യവനയഹൂദന്മാരെ, ജാതീയ രാജ്യങ്ങളിൽ കടന്നു വന്ന യവന ഭാഷ പറയുന്നവരെ എബ്രായ ഭാഷ പറയുന്നവർ അംഗീകരിക്കുന്നില്ല എന്നുള്ളൊരു കംപ്ലൈന്റ് വന്നപ്പോൾ അപ്പോസ്തലന്മാരെ പതിയെ മാറി. ദൈവത്തിന്റെ സന്നിധിയിൽ 7 പേരെ തിരഞ്ഞെടുത്തു. ഇതുപോലുള്ള ഭൗതിക കാര്യങ്ങൾ നടത്തിയെടുക്കുവാൻ, ഇതുപോലുള്ള വിഷയങ്ങൾ കടന്നുകൊണ്ട് പരിഹരിക്കുവാൻ അവരെ ഏൽപ്പിച്ചിട്ട് അവർ പറഞ്ഞു, ഞങ്ങൾ പ്രാർത്ഥനയിലും വചനധ്യാനത്തിലും ഉറ്റിരിക്കും. അങ്ങനെ ആത്മാവും ജ്ഞാനവും സാക്ഷ്യവുമുള്ള 7 പേരെ തിരഞ്ഞെടുത്തവരുടെ കൂട്ടത്തിലുണ്ട് ഒരു ഫിലിപ്പോസ് ഉണ്ട്. ആ കൂട്ടത്തിലുള്ള ഒരാളാണ് സ്തെഫാനോസ്, ആദ്യത്തെ രക്തസാക്ഷി, കല്ലെറിഞ്ഞ് കൊല്ലപ്പെട്ട രക്തസാക്ഷി സ്തെഫാനോസ്. അപ്പോൾ 7 പേര് തിരഞ്ഞെടുക്കപ്പെട്ട ഫിലിപ്പോസിനെ കുറിച്ചല്ല ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത്. എങ്കിലും ഇത് ആരാണെന്ന് അറിയാമെങ്കിൽ ഇത് തമ്മിൽ വ്യത്യാസം എന്തെന്ന് മനസ്സിലാക്കുന്ന എപ്പോഴും നല്ലതാണ്. അവൾ സഭ തുടക്കത്തിനു ശേഷം ദൈവസഭയുടെ നടത്തിപ്പിന് വേണ്ടി ആത്മാവും ജ്ഞാനവും സാക്ഷ്യവുമുള്ള 7 പേരിൽ ഒരാളായി ആ ഫിലിപ്പോസിന്റെ 1-2 പ്രത്യേകത ഒരു വേഗം ഞാൻ പറയാം. അതിനുശേഷം അപ്പോസ്തലനായ ഫിലിപ്പോസിന്റെ വിഷയത്തിലേക്ക് വേഗം കടന്നു വന്ന് ഞാൻ നിർത്തുവാൻ ആഗ്രഹിക്കുന്നു. കർത്താവ് തന്റെ ശിഷ്യന്മാർക്ക് കൊടുത്ത ആദ്യത്തെ വാക്തത്വമാണ്, നിങ്ങൾ ശക്തി ലഭിച്ചിട്ട് യെരൂശലേമിലും യഹൂദയിലും ശമരിയയിലും ഭൂമിയുടെ അറ്റത്തോളം ഇതിന്റെ സാക്ഷികളാണ്. എങ്കിൽ കർത്താവ് പറഞ്ഞ ആ വാക്തത്വ നിവൃത്തിയുടെ ഒരു പങ്ക് വഹിച്ചത് ഫിലിപ്പോസാണ്. സുവിശേഷകനായ ഫിലിപ്പോസ്, അപ്പോസ്തലനല്ല, സുവിശേഷകനായ ഫിലിപ്പോസ്. 7 പേരിൽ ഒരുവൻ. ആദ്യമായിട്ട് ഇസ്രയേലിന്റെ ബോർഡർ വിട്ട് ശമരിയുടെ പ്രദേശത്തേക്ക് കടന്നുപോയി സുവിശേഷം പറഞ്ഞത് 7 പേരിൽ ഒരുവനായ ഫിലിപ്പോസാണ്. അവിടെ നിന്ന് ഒത്തിരി കാര്യങ്ങൾ പറയുവാനുണ്ട്, പ്രവൃത്തി പുസ്തക വിഷയമുണ്ട്. ഞാൻ അതിലേക്ക് കടക്കുന്നില്ലെങ്കിലും അറിവിലേക്ക് ഈ ഫിലിപ്പോസ് ആരാണെന്ന് ഒന്ന് അറിയുവാൻ വേണ്ടിയാണ് ഈ പറയുന്നത്. പ്രവൃത്തി പുസ്തകം 8-ാം അധ്യായത്തിൽ ആ വിഷയങ്ങളിലുണ്ട്. അവരവിടെ കടന്നുപോയി വലിയ ഉണർവ് നടത്തുന്നു, വലിയ മീറ്റിങ്ങുകൾ നടത്തുന്നു. മന്ത്രവാദിയായ ശീമോൻ മാനസാന്തരപ്പെടുന്ന വിഷയം നമുക്ക് ഇവിടെ കാണുവാനൊക്കെ വിടാൻ കഴിയും. 8-ാം അധ്യായം 9 നോക്കുമ്പോൾ ആ മന്ത്രവാദിയായ ശീമോൻ പണം കൊടുത്ത് പരിശുദ്ധാത്മാവിനെ വാങ്ങുവാൻ ശ്രമിക്കുമ്പോൾ അപ്പോസ്തലന്മാര് പറയുന്നു, നിന്റെ പണം നശിച്ചു, നീയും നിന്റെ പണവും നശിച്ചുപോയിട്ട് തന്നെ ശമിച്ചു വിടുകയാണ്. ആ
ശമരിയയിലെ ഉണർവ് സമയത്താണ് ദൈവം അവനോട് ഇടപെടുന്നത്, നീ ഗസയ്ക്കുള്ള മരുഭൂമിയിലേക്ക് കടന്നു പോകാം. അവൻ വേഗം അവിടുത്തെ മീറ്റിംഗ് നിർത്തിയിട്ട് ഗസയിലെ മരുഭൂമിയിലേക്ക് കടന്നു പോകുന്നു. അങ്ങനെ ആ മരുഭൂമിയിൽ കടന്നു പോകുമ്പോഴാണ് യെരുശലേമിലെ ആരാധന കഴിഞ്ഞ് മടങ്ങി വരുന്ന എത്യോപ്യ രാജ്ഞിയുടെ കാര്യവിചാരകനെ രഥത്തിൽ യാത്ര ചെയ്ത് കാണുന്നതും അവിടുന്ന് വാങ്ങിക്കൊണ്ടുവന്ന ഷിയാ പ്രവാചകന്റെ പുസ്തകം ധ്യാനിച്ചുകൊണ്ടിരിക്കുമ്പോൾ വായിക്കുന്നത് മനസ്സിലാകുന്നു എന്ന് ചോദിച്ചുകൊണ്ട് അവൻ വായിച്ച വേദഭാഗത്തെ ആധാരമാക്കി അറുക്കാൻ കൊണ്ടുപോയ കുഞ്ഞോടനെ പോലെ ഇവനെ കൊണ്ടുപോയെന്നുള്ള വചനത്തെ ആധാരമാക്കി ആ അറുക്കാൻ കൊണ്ടുപോയ കുഞ്ഞാട് യേശുനാഥനാണെന്നും ആ കർത്താവിനെ കുറിച്ചുള്ള സുവിശേഷം ഫിലിപ്പോസ് അവനോട് പറയുകയും, പോകുന്ന യാത്രയിൽ വെള്ളം കാണുന്നു, ഇതാ വെള്ളം, ഞാൻ സ്നാനമേൽക്കുന്നതിന് വിരോധം പറഞ്ഞുകൊണ്ട് അവർ ഇരുവരും വെള്ളത്തിലിറങ്ങി ആ കാര്യവിചാരകനെ, ആ ഷണ്ണനെ ഫിലിപ്പോസ് സ്നാനപ്പെടുത്തുന്നതായിട്ട് കാണുവാൻ കഴിയും. അവൻ കർത്താവിനെ അനുസരിക്കുന്നവനായിരുന്നു. കർത്താവ് പറഞ്ഞതുപോലെ വലിയ ആത്മീയ ഉണർവ് നടക്കുന്ന സ്ഥലത്തുനിന്നും ഏകനായി മരുഭൂമിയിലേക്ക് കടന്നുപോയി. അവനെ സ്നാനപ്പെടുത്തി കഴിഞ്ഞപ്പോൾ ഒരു മഹാത്ഭുതം അവിടെ നടക്കുന്നു. അവനെ ആത്മാവ് എടുത്തുകൊണ്ടുപോയി അസ്തോദിലെത്തിച്ചു. പ്രവൃത്തി 8-ാം അധ്യായത്തിൽ കാര്യമുണ്ട്. ആത്മാവനെ എടുത്തുകൊണ്ടുപോയി. ദൈവത്തിലെ ഒരു ആത്മീക സത്യം അതിലുള്ളത്, കർത്താവിനെ അനുസരിക്കുന്നവനെ കർത്താവ് എടുത്തോണ്ട് പോകും. കർത്താവിന്റെ കൽപ്പനകൾ ചോദ്യം ചെയ്യാതെ അനുസരിച്ചാൽ എടുക്കപ്പെടുന്ന ഒരു നാളുണ്ടെന്ന് മറന്നു പോകരുത്. ദൈവത്തിന്റെ കൽപ്പനകളെല്ലാം അനുസരിക്കേണ്ടതാണ്. അതിലൊന്നും പ്രാധാന്യതയില്ലാത്തതില്ല. കർത്താവിന്റെ കൽപ്പന അനുസരിച്ച് വിശുദ്ധിയും വേർപാടും പാലിച്ച് നിത്യരാജ്യത്തിനു വേണ്ടി കാത്തിരിക്കുന്ന ദൈവമക്കളുടെ ഉൽപ്രാപണ സമയം അടുത്തിരിക്കുകയാണ്. നമ്മൾ അതിനുവേണ്ടി കാത്തിരിക്കുന്നവരാണ്. ലോക സംഭവങ്ങൾ അത് വിളിച്ചു പറയുന്നു. അപ്പോൾ തന്നെ അവൻ കർത്താവിനെ അനുസരിച്ചിറങ്ങി. ഒരു സ്നാന ശുശ്രൂഷയ്ക്ക് വേണ്ടി ഇറങ്ങിയവനല്ല അവൻ. പക്ഷെങ്കിൽ ദൈവത്തിന്റെ ആത്മാവ് പറഞ്ഞതനുസരിച്ച് അവൻ സുവിശേഷം പറഞ്ഞ് സ്നാനപ്പെടുവാൻ ഒരാൾ തയ്യാറായപ്പോൾ വെള്ളത്തിലിറങ്ങി സ്നാനപ്പെടുത്തി. അവൻ അവിടെ ഏകനായി നിൽക്കുന്നു. മടങ്ങിപ്പോകുവാൻ വഴിയില്ല. ദൈവത്തിലെ ഓർത്തുകൊള്ളുക, നീ കർത്താവിന് വേണ്ടി ഇറങ്ങി തിരിച്ചാൽ നിന്നെ അവൻ ഏകനായി വിടുകയില്ല. നിന്നാപാത്രമായി നനഞ്ഞ് കുളിച്ചു നിൽക്കുന്ന ഒരു വ്യക്തിയായി നിന്നെ വഴിത്തലയ്ക്ക് കാണുവാൻ അനുവദിക്കയില്ല. നിന്നെ അവിടുന്ന് കൊണ്ടുപോകേണ്ട സ്ഥാനത്ത് എത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. ദൈവത്തിലെ നീ ഏകയായി കർത്താവിന്റെ വിളി കേട്ടിറങ്ങിയവരായിരിക്കാം. നീ കർത്താവിനെ അനുസരിക്കുന്നിടത്തോളം കാലം നീ നിന്നാപാത്രമായി തീരുവാൻ അവൻ ഒരു കാലത്തും അനുവദിക്കുകയില്ല. ആ മരുഭൂമിയുടെ സ്ഥലത്ത്, നിർജ്ജന സ്ഥലത്ത്, ആരും സഹായിപ്പാനില്ല സ്ഥലത്ത് വെള്ളത്തിൽ മുങ്ങിപ്പൊങ്ങിയ ഫിലിപ്പോസ് നനഞ്ഞവിടെ നിൽക്കുവാൻ കൊടുക്കാതെ അവനെ കൊണ്ടെത്തിക്കേണ്ട സ്ഥാനത്ത് അവിടെ തിരിച്ചു പോകാൻ വഴിയില്ലാതെ നിൽക്കുമ്പോൾ വഴിയൊരുക്കി അവനെ ആത്മാവ് തന്നെ എടുത്തുകൊണ്ടുപോയി അസ്തോദിലെത്തിച്ചു എന്ന് കാണുവാൻ ഒക്കെ കഴിയും. പിന്നെ അവനെ കൈസരയിൽ കാണുന്നുണ്ട്. അവന്റെ ഭാര്യയെ കുറിച്ച് പറയുന്നില്ലെങ്കിൽ അവന്റെ കുഞ്ഞുങ്ങളെ കുറിച്ച് വ്യക്തമായിട്ട് പ്രവൃത്തി പുസ്തകം 21-ാം അധ്യായത്തിൽ പറയുന്നുണ്ട്. പൗലോസ് തന്നെ മിഷണറി യാത്ര കഴിഞ്ഞ് മടങ്ങി വരുമ്പോൾ കൈസരിയിലുള്ള ഈ ഫിലിപ്പോസിന്റെ ഭവനത്തിൽ താമസിക്കുകയും അവരുടെ സ്നേഹാദരവുകൾ പങ്കെടുക്കുകയും ചെയ്തായിട്ട് ഇവിടെ കാണുന്നുണ്ട്. അവിടെ പറയുന്ന ഭാഗത്ത് 8-9 വാക്യത്തിൽ കഴിയുന്നു, പ്രവചിക്കുന്ന 4 പെൺകുട്ടികൾ ഈ ഫിലിപ്പോസിനുണ്ടായിരുന്നു. വളരെ അച്ചടക്കത്തോടെ ആത്മീക ജീവിതം നയിക്കുന്ന ഒരു ഉപദേശി, ഒരു സുവിശേഷകനായിരുന്നു ഈ ഫിലിപ്പോസ് എന്ന് പറയുന്നു. കടന്നു വരുന്നവരെ വളരെ സൽക്കരിക്കുന്ന മനോഭാവമുള്ള ഒരു കുടുംബം, മറ്റുള്ളവരെ മാനിക്കുന്ന ഒരു കുടുംബം. മാത്രമല്ല, ഈ ഫിലിപ്പോസിന്റെ പേരിൽ എഴുതി ചേർക്കാൻ കഴിയുന്ന ഏറ്റവും പ്രധാന വിഷയം, തനിക്ക് എത്തിച്ചേരാൻ കഴിയാത്ത ഒരു സ്ഥലത്തേക്ക്, എത്യോപ്യ എന്ന് പറയുന്ന ഒരു ആഫ്രിക്കൻ രാജ്യത്തേക്ക് സുവിശേഷത്തിന്റെ വിത്ത് പാകി
അവനെ രക്ഷയിലേക്ക് നടത്തി സ്നാനപ്പെടുത്തി ഒരാളെ അങ്ങോട്ട് അയക്കുവാൻ ദൈവം ഉപയോഗിച്ചത് മുൻകാല ഒരു ചരിത്രത്തിൽ അല്ലെങ്കിൽ മുൻകാല ഒരു പരിചയമില്ലാത്ത, ഒരു പാരമ്പര്യം പറയാനില്ലാത്ത ഈ ഫിലിപ്പോസ് എന്ന് പറയുന്ന ഈ സുവിശേഷകരെയാണ്. എങ്കിൽ സഹോദര സഹോദരി, നാം ആയിരിക്കുന്ന മണ്ഡലത്തിൽ നാം വിശ്വസ്തരായി നിന്നാൽ നമ്മളെ ദൈവം എടുത്ത് ഉപയോഗിക്കും. നമുക്ക് ചെന്നെത്താൻ കഴിയാത്ത മേഖലകളിൽ ദൈവം നമ്മളെ കൊണ്ട് ചിലരെ അയക്കാനായി ഉപയോഗിക്കും. സുവിശേഷം കൊടുത്ത് രക്ഷയിലേക്ക് നടത്തി ചിലരെ അയക്കുവാനൊക്കെ വേണ്ടിയാവും. അങ്ങനെ എത്യോപ്യയിൽ സുവിശേഷം ആദ്യമായി കടന്നു ചെല്ലുവാനിടയായത് ഫിലിപ്പോസ് സ്നാനപ്പെടുത്തിയ എത്യോപ്യ രാജ്ഞിയുടെ കാര്യവിചാരകനാണെന്ന് വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കും. ഇതാണ് സുവിശേഷകനായ ഫിലിപ്പോസിനെ കുറിച്ചുള്ള അല്പമായ ചരിത്രം. ഈ കർത്താവിനോട് ചോദിച്ച കർത്താവേ, പിതാവിനെ ഞങ്ങൾ കാണിച്ചു തന്നാൽ ഞങ്ങൾ മതി, ഞങ്ങൾക്ക് സംതൃപ്തിയാണെന്ന് പറഞ്ഞ വ്യക്തി 12 പേരിൽ ഒരാളായ ഫിലിപ്പോസാണ്. ഈ ഫിലിപ്പോസ് പത്രോസിന്റെയും അന്ത്രയോസിന്റെയും നാടായ ബെത്സയിദക്കാരനാണെന്ന് വേദപുസ്തകം സൂക്ഷ്മമായി പഠിക്കുമ്പോൾ നമുക്ക് കാണുവാനൊക്കെ വേണ്ടി കഴിയും. ആദ്യകാലങ്ങളിൽ യോഹന്നാൻ സ്നാപകൻ പ്രസംഗിക്കുമ്പോൾ അതിൽ പലരും യോഹന്നാൻ സ്നാപകന്റെ ശിഷ്യന്മാരായിരുന്നു. യോഹന്നാൻ സ്നാപകന്റെ പ്രസംഗം കേൾക്കുവാൻ ഇവരൊക്കെ ഒന്നിച്ചു കൂടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലാണ് യേശു അതിലെ കടന്നുപോകുന്നത്. യേശു ഫിലിപ്പോസിനെ കണ്ടപ്പോൾ അവനെ വിളിക്കുന്നു, എന്നെ അനുഗമിക്കാം. യോഹന്നാൻ 1:43. 12 ശിഷ്യന്മാരിൽ ആദ്യമായി എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞു വിളിച്ചത് ഫിലിപ്പോസിനെയാണ്. ഫിലിപ്പോസ് ഒരു ചോദ്യം ചോദിക്കാതെ യേശുവിനെ അനുഗമിച്ചായിട്ട് കാണുവാനൊക്കെ കൊണ്ട് കഴിയും. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു ശിഷ്യന്മാരെ പല നിലയിൽ വിളിച്ചിട്ടുണ്ട്, പല സന്ദർഭത്തിൽ വിളിച്ചിട്ടുണ്ട്. എന്നാൽ ഒറ്റ വാക്കിൽ മുന്നോട്ടോ പുറകോട്ടോ നോക്കാതെ ആദ്യമായി എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ ഇറങ്ങിത്തിരിച്ച ഒരു പ്രത്യേകതയാണ് ഫിലിപ്പോസിനുള്ളത്. ഫിലിപ്പോസിനെ കുറിച്ച് ചില കാര്യങ്ങൾ, ഒരു 6 കൂട്ടം കാര്യം ഞാൻ പറയാം. ഒന്ന്, എന്നെ അനുഗമിക്ക എന്ന് പറഞ്ഞപ്പോൾ ചോദ്യം ചെയ്യാതെ ആദ്യമായി കർത്താവിന്റെ ശബ്ദം കേട്ട് ഇറങ്ങിത്തിരിച്ച ഫിലിപ്പോസ്. രണ്ടാമത്, ഈ ഫിലിപ്പോസ് യേശുവിന്റെ പിന്നാലെ കടന്നുപോയപ്പോൾ ആത്മാക്കളെ നേടുവാനൊക്കെ ഉത്സാഹമുള്ളവനായി. ഈ ഫിലിപ്പോസിന്റെ ഒരു സ്നേഹിതനായിരുന്നു നഥാനിയേൽ. ആ നഥാനിയേലിനെ ഫിലിപ്പോസ് കാണുമ്പോൾ ഫിലിപ്പോസ് പറയുന്നുണ്ട്, ഞങ്ങൾ ന്യായപ്രമാണത്തിനും പ്രവാചക പുസ്തകത്തിനും എഴുതിയിരിക്കുന്ന മശിഹായെ കണ്ടു. പക്ഷെ ആ സുവിശേഷം കേട്ട, യേശുവിനെ കുറിച്ച് കേട്ട നഥാനിയേൽ അത് വളരെ പുച്ഛ സ്വരത്തിൽ വെറും ഗൗരവമില്ലാതെ ഏറ്റെടുത്തിട്ട് പറയുന്നു, നസ്രത്തിൽ നിന്ന് വല്ല നന്മയും കണ്ടെത്തുമോ? അപ്പോൾ ഞങ്ങൾ മശിഹായെ കണ്ടെത്തി, അത് മറ്റാരുമല്ല നസ്രയത്തിലുള്ള യോസെഫിന്റെ മറിയയുടെ മകനായ യേശു തന്നെ. അവൻ ഉറപ്പിച്ചു പറയുക. പക്ഷെ നഥാനിയേൽ അത് ഏറ്റെടുത്തില്ല. അതിന് ഫിലിപ്പോസ് അവരോട് വീണ്ടും പറയുന്നു, വന്ന് കാണുക. ഇന്ന് പൽക്കാലം എന്നെ കേൾക്കുന്ന വാത്സല്യ സഹോദര സഹോദരി, നാം യേശുവിനെ കുറിച്ച് ഒരാളെ കുറിച്ച് പറയുമ്പോൾ ഒരുപക്ഷെ അവർ അതേ നല്ല അർത്ഥത്തിൽ എടുക്കണമെന്നില്ല, ഗൗരവത്തിൽ എടുക്കണമെന്നില്ല. നസ്രേത്തുകാരനായ യേശു എന്ന് പറഞ്ഞപ്പോൾ നസ്രേത്തിനെ കുറിച്ച് വളരെ പുച്ഛഭാവത്തിൽ, ഒരു നന്മയില്ലാത്തൊരു പട്ടണമാകാം ഒരുപക്ഷെ അത്. ഒരുപക്ഷെ ന്യായപ്രമാണം നന്നായി അറിയുന്ന നഥാനിയേലിന് അറിയാം, മശിഹ ഒരിക്കലും നസ്രത്തിൽ വരത്തില്ല. മശിഹ വരുന്നത് ബത്ലഹേമില്ല എന്ന് ന്യായപ്രമാണത്തിൽ എഴുതിയിട്ടുണ്ട്. ആ അറിവ് വെച്ചാകാം അത് റിജക്ട് ചെയ്യുന്നത്. ഒരിക്കലും
നസ്രയത്തിലെ മറിയയുടെ യോസേപ്പിന്റെ മകൻ അല്ല എന്ന് പറഞ്ഞ് അവന് തള്ളിപ്പറയുമ്പോൾ, അല്ലെങ്കിൽ നാം പറയുന്ന സുവിശേഷം മറ്റുള്ളവർ വേണ്ട നിലയിൽ ഏറ്റെടുക്കാതിരിക്കുമ്പോൾ ഭാരപ്പെടേണ്ട, തർക്കിക്കണ്ട. തർക്കിച്ച് സ്ഥാപിക്കേണ്ടതല്ല യേശുവിനെ. ഒറ്റ കാര്യം പറഞ്ഞാൽ മതി, വന്ന് കാണുക. നീ യേശുവിനെ വന്ന് കാണുക. നീ യേശുവിങ്കിലേക്കൊന്ന് നോക്കുക. മറ്റൊന്നും പറയണ്ട. യേശുവിനെ കണ്ടവന് പിന്നെ ഒരിക്കലും പിന്മാറിക്കാൻ കഴിയുകയില്ല. യേശുവിനെ ഒരിക്കൽ കണ്ടു കഴിഞ്ഞാൽ അവനെ വിട്ട് ഒരിക്കലും പിന്നോട്ട് പോകാൻ കഴിയുകയില്ല. യേശുവിനെ കാണുക. സ്തോത്രം. ഞങ്ങൾ ന്യായപ്രമാണത്തിലും വേദപുസ്തകത്തിൽ ന്യായപ്രമാണ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്ന മിശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേപ്പിന്റെ പുത്രനായ യേശു തന്നെ. സ്തോത്രം. രണ്ടാമത്, ഈ ഫിലിപ്പോസിന്റെ പ്രത്യേകത, ഇവൻ ഒരു നല്ലൊരു സംഘാടകനായിരുന്നു. ശ്രദ്ധിച്ചു കേൾക്കണമേ. ഈ ഫിലിപ്പോസിനെ കുറിച്ച് 2-3 പ്രത്യേകത പറഞ്ഞിട്ട് ദൈവം ഏൽപ്പിച്ച ദൂത് പറഞ്ഞ് നിർത്താൻ ആഗ്രഹിക്കുക. പെസഹ പെരുന്നാൾ അടുത്ത നാളിൽ കർത്താവിന്റെ വചനം കേൾക്കുവാൻ ആയിരങ്ങൾ കൂടി വന്നു. കാരണം ഉത്സവം ആചരിക്കുവാൻ അനേക രാജ്യങ്ങളിൽ നിന്ന് യഹൂദന്മാർ കടന്നു വരുന്ന സമയമാണ്. ആയിരങ്ങൾ, 10,000 കൂടി വന്നു. മണിക്കൂറുകളായി ദൈവത്തിന്റെ വചനം കേട്ടുകൊണ്ടിരിക്കുന്നു. അവർക്ക് ഭക്ഷണം കൊടുക്കുവാൻ കർത്താവ് ആഗ്രഹിക്കും, അല്ലെങ്കിൽ അവർ വഴിയിൽ നിന്ന് കൊഴിഞ്ഞു പോകും. ഇവർക്ക് ഭക്ഷണം കൊടുക്കുന്ന കാര്യം ആലോചിക്കുവാൻ കർത്താവ് ആദ്യം വിളിക്കുന്നത് ഫിലിപ്പോസിനെയാണ്. യോഹന്നാൻ 6-ാം അധ്യായം 5-ാം വാക്യത്തിൽ വായിക്കുന്നു. ഇവർക്ക് തിന്നുവാൻ എവിടുന്ന് അപ്പം വാങ്ങുമെന്ന് ചോദിച്ചു. അവരെ പരീക്ഷിക്കാൻ ചോദിച്ചാൽ അപ്പൊ കണക്കുകൂട്ടി പറയുവാൻ വളരെ വിദഗ്ധനാണ് ഈ ഫിലിപ്പോസ്. ഒറ്റ നോട്ടത്തിൽ എത്ര പേര് കൂടിയിട്ടുണ്ട്, അവർക്ക് എത്രമാത്രം ഭക്ഷണം ആവശ്യമാണ്, ഇതൊക്കെ കണക്കുകൂട്ടി ഒരുപക്ഷെ മുൻ നടന്ന മീറ്റിങ്ങുകൾ ചെയ്തിട്ടുണ്ടാകാം. വേദപുസ്തകത്തിൽ തെളിവില്ല. പക്ഷെങ്കിൽ ഇങ്ങനെയുള്ള ഒരു വലിയ ഗാദറിങ്ങിൽ അതിന് ഉത്തരവാദിത്വം പലപ്പോഴും ഫിലിപ്പോസ് ഏറ്റെടുത്തുവെന്ന് ഇതിൽ നിന്ന് മനസ്സിലാക്കുവാൻ രക്ഷപ്പെടും കഴിയും. അവൻ വേഗം പറയുന്നു, 200 പണത്തിന് അപ്പം വാങ്ങിയാലും അല്പാൽപ്പം കൊടുക്കാൻ പോലും തികയില്ല. പെട്ടെന്ന് അവൻ കണക്കൂട്ടി പറഞ്ഞു, 200 പണം കൊടുത്തു വാങ്ങിയാലും ഇത്രയും ജനത്തിന്, 5000 പുരുഷന്മാരും പിന്നെ സ്ത്രീകളും കുഞ്ഞുങ്ങളുമുള്ള വലിയൊരു കൂട്ടത്തിന് ആഹാരം കൊടുക്കുവാൻ കഴിയുകയില്ല. അവിടെയാണ് കർത്താവ് അത്ഭുതം ചെയ്യുന്നത്. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്ന ചരിത്രമാണ്. അവൾ ഫിലിപ്പോസ് ഒരു നല്ല സംഘാടകനായിരുന്നു. കർത്താവിന്റെ കൂടെ എപ്പോഴും പ്രത്യേകമായ കാര്യം വരുമ്പോൾ കർത്താവിനെ വിളിച്ച് പല ഉത്തരവാദിത്വങ്ങൾ ഏൽപ്പിച്ചിരുന്നുവെന്ന് ഈ യോഹന്നാൻ 6:5 നോക്കുമ്പോൾ കാണുവാനൊക്കെ ഇവിടെ കഴിയും. അടുത്ത 3-ാമത്തെ പ്രത്യേകത, യേശുവിന്റെ അടുക്കിലേക്ക് ഇവന് ജീവിതങ്ങളെ നയിക്കുന്നവനായിരുന്നു. യോഹന്നാൻ 12-ാം അധ്യായം 20 മുതൽ വായിക്കുമ്പോൾ യവനന്മാർക്ക് യേശുവിനെ കാണണം എന്ന് തങ്ങളുടെ ആഗ്രഹം ഫിലിപ്പോസിനോട് പറയുന്നു. ദൈവത്തിലെ എല്ലാവരോടും എല്ലാ കാര്യങ്ങളും എല്ലാവരും പറയുകയില്ല. ചിലർക്ക് വിശ്വാസം, ഇന്നാരോട് പറഞ്ഞാൽ എന്റെ കാര്യം നടക്കും. 12 ശിഷ്യന്മാരുണ്ട് അവിടെ, മിടുക്കന്മാരും ശക്തന്മാരുമുണ്ട്. ഫിലിപ്പോസിനേക്കാൾ മുമ്പേ യേശുവിനെ പിൻപറ്റിയും കാണും. പക്ഷെ അവരോട് ആരോടും പറയാതെ തങ്ങളുടെ ഹൃദയത്തിലെ ആഗ്രഹം യവനന്മാർ കടന്നുവെന്ന് പറയുന്നത് ഫിലിപ്പോസിനോടാണ്. ചിലരുടെ മുഖത്ത് നോക്കുമ്പോൾ അറിയാൻ കഴിയും, ഇവനുമായിട്ട് സംസാരിക്കാൻ കൊള്ളാവുന്ന വ്യക്തിയാണ്. ഞങ്ങളുടെ ഒരു ആവശ്യം പറഞ്ഞാൽ ഇവൻ സാധിക്കും. അപ്പൊ ഫിലിപ്പോസിന്റെ ഒരു സ്വഭാവം, ഒരു പേഴ്സണാലിറ്റി, ഒരു ഇടപെടൽ, അത് ലോകം മനസ്സിലാക്കിയിരുന്നു. നിങ്ങൾ ദൈവത്തിന്റെ വലിയ ഓർത്ത് കൊള്ളുക, നമ്മളെ മനസ്സിലാക്കുന്ന ഒരു ലോകത്തിന്റെ നടുവില നമ്മളായിരിക്കും. ഫിലിപ്പോസ് ഉടനെ പോയി അന്ത്രയോസിനോട് പറയുന്നു. അവർ രണ്ടുപേരും കൂടി യേശുവിനോട് തങ്ങളുടെ കാര്യം പറയുന്നു. നമുക്ക് കാണുവാനൊക്കെ വേണ്ടി കഴിയും. ഇനി അടുത്ത ഏറ്റവും വലിയ ഈ ഫിലിപ്പോസിന്റെ പ്രധാനപ്പെട്ട ഒരു സവിശേഷതയാണ് നാം കുറിവാക്യമായി വായിച്ചു. യോഹന്നാൻ 14:8
വീണ്ടും ഞാൻ വായിക്കുന്നു, കർത്താവേ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം, എന്നാൽ ഞങ്ങൾക്ക് മതി. ഏറ്റവും വലിയ ആഗ്രഹം. അവൻ യേശുവിനോട് നടന്നു. ചില നാളുകളായി യേശുവിന്റെ കൂടെയാണ്. കർത്താവിന് അത്ഭുതങ്ങളെല്ലാം കണ്ടുകൊണ്ടിരിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം കൊടുക്കുന്നു. കർത്താവ് ശക്തമായി ദൈവരാജ്യത്തെ പ്രസംഗിക്കുന്നു. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിക്കുന്നു. കടലിന്മേൽ നടക്കുന്നു. കൊടുങ്കാറ്റിനെ ശാന്തമാക്കുന്നു. പച്ചവെള്ളം വീഞ്ഞാക്കുന്നു. മരിച്ചവരെ ഉയർപ്പിക്കുന്നു. അത്ഭുതങ്ങളുടെ പരമ്പര തന്നെ കർത്താവ് ഓരോ ദിവസവും ചെയ്തുകൊണ്ടിരിക്കുക. സകല രോഗികളെ, വ്യാധികളെ കർത്താവ് സൗഖ്യമാക്കുന്നു. പക്ഷെ കൂടെ നടന്ന ശിഷ്യനായ ഫിലിപ്പോസിന് ഈ രോഗികളെ എങ്ങനെ സൗഖ്യമാക്കുന്നു എന്നുള്ളത് അറിയണ്ട. കൊടുങ്കാറ്റിനെ എങ്ങനെയാണ് ശാന്തമാക്കുന്നത്? ആ കൃപ എനിക്ക് വേണമെന്നോ ചോദിക്കുന്നില്ല. മരിച്ചവരെ എങ്ങനെയാണ് ഉയർപ്പിക്കുന്നത്? എന്നെ കൂടെ പഠിപ്പിക്കണമെന്ന് അവൻ ചോദിക്കുന്നില്ല. മറ്റ് ശിഷ്യന്മാർക്ക് ആർക്കുമില്ലാത്ത ഒരു വലിയ ആഗ്രഹം, മറ്റാർക്കുമില്ലാത്തൊരു ആഴമായ ഒരു കാഴ്ചപ്പാട് ഈ ഫിലിപ്പോസിന് ഹൃദയത്തിനകത്ത്. മറ്റാർക്കുമില്ലാത്ത ഒരു പ്രത്യേക കാഴ്ചപ്പാട് നിനക്കുണ്ടോ? പലരും യേശുവിനെ പിൻപറ്റുന്നത് പല കാര്യങ്ങൾക്ക് വേണ്ടിയാണ്. രോഗസൗഖ്യത്തിന് വേണ്ടി വഴി തുറക്കപ്പെടുവാൻ, പല ഭൗതിക വിഷയം നല്ല കാര്യമാണ്, അത് ആവശ്യമാണ്, ചോദിക്കുന്നത് തെറ്റില്ല. പക്ഷെ ഹൃദയത്തിന്റെ അടിത്തട്ടിൽ എന്റെ നിന്റെ ആഗ്രഹം എന്താണ്? നമ്മുടെ ഹൃദയത്തിന്റെ അകത്ത് എന്താണ് ഏറ്റവും പരമപ്രധാനമായ ആഗ്രഹം? ഇന്ന് മുതൽ കർത്താവ് നമ്മളെ സ്കാൻ ചെയ്ത് നോക്കുകയാണ്. നമ്മുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? അവിടെയാണ് നമ്മുടെ ആത്മീക ജീവിതത്തിന്റെ പൊരുള് കിടക്കുന്നത്. ഇവര് പറയാൻ ഒത്തിരി കാര്യമേ ഉള്ളൂ. കർത്താവേ, എന്റെ ഉള്ളിൽ ഒരു സംതൃപ്തിയില്ല, എന്റെ ഉള്ളിൽ ഒരു സംതൃപ്തിയില്ല, എനിക്ക് പിതാവിനെ ഒന്ന് കാണണം, എന്നാലേ എനിക്ക് സംതൃപ്തി ഉണ്ടാകത്തുള്ളൂ. ഇന്ന് എന്നെ കേൾക്കുന്ന സഹോദര സഹോദരി, വിവിധ വിഷയങ്ങൾ ഭാരത്തോടെ നീ ആയിരിക്കുകയാണ്. പ്രശ്നങ്ങളിൽ കൂടി കടന്നു പോകുകയായിരിക്കാം. ആർക്കുമില്ലാത്ത വിഷയം എനിക്ക് മാത്രമാണല്ലോ ചിന്തിക്കുന്നുണ്ടാകാം. ഖാനാവിലെ വീട്ടിലെ കണക്കൂട് തെറ്റിയ പോലെ ജീവിതത്തിന്റെ കണക്കൂട് തെറ്റിയ അവസ്ഥയായിരിക്കാം. പക്ഷെ ഇന്ന് വൽക്കാലം ദൈവാത്മാവ് ഓർപ്പിക്കുന്നു, നിനക്ക് കർത്താവിനെ കാണുവാൻ ഹൃദയത്തിന്റെ അകത്തൊരു വാഞ്ചയുണ്ടെങ്കിൽ നിന്റെ നിരാശകളും നിന്റെ വേദനകളെല്ലാം അതിൽ കൂടി മാറാൻ പോവുകയാണ്. അവന്റെ പ്രാർത്ഥനയെ ചോദ്യത്തിൽ തന്നെ അവന്റെ ആഗ്രഹം അതാണെങ്കിൽ പോലും മറ്റു ശിഷ്യന്മാരെ കൂടെ നിർത്തിയുള്ള ചോദ്യമാണ്, കർത്താവെ, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. എനിക്ക് മാത്രം കണ്ടാൽ പോരാ, നിന്നെ പിൻപറ്റുന്ന ഞങ്ങൾക്കെല്ലാം നിന്നെ ഒന്ന് കാണണം. സ്വയമില്ലാത്തൊരു പ്രാർത്ഥന, സ്വാർത്ഥതയില്ലാത്തൊരു പ്രാർത്ഥന, ഒരു ചോദ്യം. അവന്റെ ആഗ്രഹത്തിന്റെ അകത്തൊരു സ്വാർത്ഥതയില്ല. കർത്താവെ, ഞങ്ങളെ കാണിച്ചു തരണമേ, സ്തോത്രം, എന്നാൽ ഞങ്ങൾ സംതൃപ്തരാണ്. ആട്ടിടനായ ദാവീദ്, അപ്പനും അമ്മയും സഹോദരങ്ങളും വില കൊടുക്കാത്ത ഉപേക്ഷിച്ച ദാവീദ്, ആടിന്റെ ഗന്ധമുള്ളവൻ വനത്തിരുന്ന് വന്ന് ഇസ്രയേലിലെ രാജാവായിട്ടു. രാജസിംഹാസനത്തിൽ ഇസ്രയേൽ ജനത്തെ മുഴുവൻ അവൻ ഭരിച്ചുകൊണ്ടിരിക്കുകയാണ്. അവന്റെ ജീവിതത്തിൽ അവന്റെ ആഗ്രഹം എന്തെന്ന് അവരോട് ചോദിച്ചാൽ, അവന്റെ ആഗ്രഹം അടുത്തുള്ള പട്ടണം കൂടെ രാജ്യങ്ങൾ കൂടെ യുദ്ധം ചെയ്ത് പിടിച്ചെടുക്കണം എന്നുള്ള ആഗ്രഹമാണ് അവന്റെ ഉള്ളത്. എന്റെ രാജസിംഹാസനം ഒരിക്കലും മാറിപ്പോകാതെ എനിക്ക് നിൽക്കണം എന്നുള്ള ആഗ്രഹമല്ല അവൻ്റെതുള്ളത്. ഒരൊറ്റ ഒരു ആഗ്രഹമേ ഉള്ളൂ, യഹോവയുടെ മനോഹരത്വം എനിക്ക് കാണണം. ഞാൻ ഒരു കാര്യം നിന്നോട് അപേക്ഷിക്കും, ഒറ്റ കാര്യം. ദാവീദിന് അനേക കാര്യങ്ങൾ ചോദിക്കാനില്ല, സങ്കീർത്തനത്തിൽ അത് പറയുന്നുണ്ട്. ഒരു കാര്യം ഞാൻ നിന്നോട് അപേക്ഷിക്കും, നിന്റെ മനോഹരത്വം എനിക്ക് കാണണം.
നിന്റെ ആലയത്തിന്റെ വാതിൽ കാവൽക്കാരനായിരിക്കുന്ന എനിക്ക് ഏറെ ഇഷ്ടം. ലോകത്തിൽ എന്തൊക്കെ ഉണ്ടെങ്കിലും എന്തൊക്കെ നഷ്ടപ്പെട്ടാലും എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, നമ്മുടെ ആഗ്രഹം കർത്താവിനെ കാണാൻ എന്നുള്ളതാണെങ്കിൽ സംതൃപ്തി അവിടെയുണ്ട്. നമ്മുടെ നിരാശകളെല്ലാം മാറും. ഈ ലോകം മുഴുവൻ നിരാശകൾ തരുന്ന ലോകത്ത് നമ്മളായിരിക്കുന്നത്, കണക്കൂട്ടൽ തെറ്റിക്കുന്ന ലോകത്ത് നമ്മളായിരിക്കുന്നത്. എത്രയോ പ്രതീക്ഷയോടാണ് ഈ വർഷം ആരംഭിച്ചത്. ഈ വർഷത്തിലെ ഇന്ന മാസം യാത്ര ചെയ്യുവാൻ പ്ലാൻ ചെയ്തവരുണ്ട്. ഇന്ന മാസം ഇന്ന നിലയിൽ കാര്യങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിച്ചവരുണ്ട്. എല്ലാ പ്രോഗ്രാമുകളും തെറ്റിയില്ലേ? ഈ ലോകത്തിൽ നമ്മൾ ചെയ്യുന്ന പ്രോഗ്രാം എല്ലാം മാറിപ്പോകാൻ സാധ്യതയുണ്ട്. എന്നാൽ ഇതുപോലെ കാലം കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ നിന്റെ ശൂന്യത മാറും, നിന്റെ നിരാശ മാറും, നിനക്ക് സംതൃപ്തി ഉണ്ടാകും, എനിക്ക് സംതൃപ്തി ഉണ്ടാകും. നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം ഇതായിരിക്കട്ടെ, എനിക്ക് എന്റെ ദൈവത്തെ കാണണം. സ്തോത്രം. 30 ലക്ഷം ജനത്തെ നയിച്ച മോശയുടെ ആഗ്രഹം എന്തായിരുന്നു? മോശയ്ക്ക് ഒറ്റയൊരു ആഗ്രഹമുള്ളത്, യഹോവേ നിന്റെ സാന്നിധ്യം എനിക്കെന്ന് വേണം, എന്റെ കൂടെ പോകണം. ആ ആഗ്രഹം വീണ്ടും വളർന്നപ്പോൾ അവൻ പറയുന്നു, യഹോവേ എനിക്ക് നിന്നെ ഒന്ന് കാണണം. പ്രൈസ് ദി ലോർഡ്. ഇന്നുവൽക്കാലം ദൈവത്തിന്റെ വഴിയിലെ നമ്മുടെ ആഗ്രഹം എന്താണ്? സ്തോത്രം. എനിക്ക് അവനെ ഒന്ന് കാണണം. സ്തോത്രം. എനിക്ക് അവനെ ഒന്ന്, ഈ സാന്നിധ്യം എനിക്ക് പോരാ, എന്റെ ദൈവത്തെ എനിക്ക് ആളത്വമായിട്ടൊന്ന് കാണണം. ദൈവം മോശയോട് പറയുന്നത്, എന്നെ കണ്ടവന് ജീവിച്ചിരിപ്പാൻ കഴിയത്തില്ല. അതേ, ഒരു ആത്മീക സത്യമാണത്. ദൈവത്തെ യഥാർത്ഥമായി കണ്ടു കഴിഞ്ഞാൽ ഈ ലോകത്തിന്റെ എല്ലാം മരിക്കും. ലോകത്തിന് മോഹം മരിക്കും. എന്നെ കണ്ടവന് പിന്നെ ഈ ലോകപ്രകാരം ജീവിക്കാൻ കഴിയുകയില്ല. പൗലോസ് സ്വർഗീയ ദർശനത്തിന്റെ ഒരുപക്ഷെ അല്പമായ കാര്യങ്ങൾ കണ്ടപ്പോൾ അവൻ സകലതും ത്യജിച്ചു. എല്ലാം ചപ്പും ചവറൊന്നും എണ്ണി. അവന്റെ വിദ്യാഭ്യാസ യോഗ്യത, കുടുംബ ശ്രേഷ്ഠത, അവന്റെ പദവികൾ എല്ലാം ചപ്പും ചവറുമെന്നെണ്ണി. എബ്രായനാണ്, ബെന്യാമിൻ ഗോത്രക്കാരനാണ്, ഗമാലിയന്റെ പാദമെടുത്തുന്ന വചനം സൂക്ഷ്മതയിൽ പഠിച്ചവനാണ്, ന്യായപ്രമാണ അന്യത്തീനാണ്, ഉന്നത വിദ്യാഭ്യാസമുള്ളവനാണ്, ഫിലോസഫറാണ്, വിവിധ ഭാഷകൾ കയ്യേറെ കഴിവുള്ളവനാണ്, റോമ പൗരത്വമുള്ളവനാണ്, ഉന്നതങ്ങളിൽ വളരെ പിടിപാടുള്ളവൻ, മഹാപുരോഹിതന്റെ സാക്ഷ്യപത്രം കയ്യിൽ വാങ്ങുവാൻ കഴിവുള്ളവൻ, സന്നിധി സംഘത്തിലെ അംഗമെന്ന് പറയപ്പെടുന്നു. അങ്ങനെ എല്ലാ നിലയിലും സൊസൈറ്റിയിൽ ഉന്നതനായ പൗലോസ് ആ സ്വർഗീയ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ സകലതും ചപ്പും ചവറും നണ്ണി. ഇതുപോലെ കാല കർത്താവിനെ കണ്ടു കഴിഞ്ഞാൽ പ്രയോജനം അതാണ്. ഈ ലോകത്തിലെ ഭൗതിക വിഷയങ്ങൾ നിന്റെ കയ്യിൽ നിന്ന് പോയാലും, നീ ചിന്തിക്കുന്ന ലോകത്തിലെ കാര്യങ്ങൾ നടന്നില്ലെങ്കിലും, നീ ഭൗതിക ഞെരുക്കത്തിൽ കൂടി കടന്നുപോയാലും, ദൈവത്തിന് ബദലെ ചപ്പും ചാവറുമെന്ന് എണ്ണിക്കൊണ്ട് ഇതിനെ ഒന്ന് സ്ഥാനം കൊടുക്കാതെ ആ സ്വർഗീയ ദർശനം കണ്ടാൽ, കാണേണ്ടവനെ കണ്ടു കഴിഞ്ഞാൽ, ഈ ലോകത്തിലെല്ലാം മണ്ണാണ്, ചവറാണ്, എണ്ണുവാൻ രക്കപ്പെടാൻ കഴിയും. പൗലോസിനെ അതാണ് ബലപ്പെടുത്തിയത്, ശക്തിപ്പെടുത്തിയത്. അവൻ ക്രിസ്തുവിനെ ആയിരുന്നു നേടിയത്, ലോകത്തിലെ ഒന്നും അല്ല നേടിയത്. ക്രിസ്തുവിനെ അവൻ നേടി. അവനും പറയാൻ കഴിയും, ക്രിസ്തു ഉണ്ടെങ്കിൽ എനിക്കെല്ലാം ഉണ്ട്. ഞാൻ അവനെ നേടാമോ എന്ന് വെച്ച്, പിടിക്കാമോ എന്ന് വെച്ച് അവൻ പുറകിലുള്ളത് മറന്നുകൊണ്ട്, പിന്നിലുള്ളത് മറന്നുകൊണ്ട് മുന്നിലുള്ള പരമയുള്ള രാക്കിലേക്ക് ഓടുകയാണ്. കാണേണ്ടവരെ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ നിരാശകളെല്ലാം മാറും, വേദനകളെല്ലാം മാറും. നിങ്ങൾക്കാലം സമർപ്പിക്കാൻ കഴിയുമോ? നമ്മുടെ ശൂന്യത എല്ലാം കർത്താവ് മാറ്റട്ടെ. പരാജയങ്ങളെ നീ ചിന്തിക്കണ്ട. നീ വിജയിച്ചവനാണ് സഹോദര, നീ വിജയിച്ചവളാണ്. യേശു നിന്റെ ഹൃദയത്തിലുണ്ട്. നിനക്ക് പരാജയം സംഭവിച്ചിട്ടില്ല. ലോകം പറയും നീ പരാജയപ്പെട്ടവനാണെന്ന്, ലോകം പറയും നീ പരാജയപ്പെട്ടവളാണെന്ന്, നിന്നെ കണക്കോട് തെറ്റെന്ന് പറയുമ്പോൾ ഇന്ന് വൽക്കാലം ദൈവാത്മാ പറയുന്നു, യേശുവിനെ കണ്ടവൻ പരാജയപ്പെട്ടവനല്ല. സ്തോത്രം. സഭയോട് അവസാനിക്കുകയാണ്. ഈ ഫിലിപ്പോസ് അവനോട് ചോദിക്കുന്ന ഒരു സന്ദർഭം, കർത്താവ് പറയും, ഞാൻ തന്നെ വഴിയും സത്യവും ജീവനുമാകുന്നു.
ഞാൻ മുഖാന്തരമല്ലാതെ ആരും പിതാവിന്റെ അടുക്കൽ എത്തുന്നില്ല. ഇത് പറഞ്ഞപ്പോൾ ഫിലിപ്പോസ് പറയുന്ന ഒരു കാര്യമാണ്, ഞങ്ങൾക്ക് ആ പിതാവിനെ ഒന്ന് കാണും. അപ്പോൾ കർത്താവ് പറയുന്ന ഉത്തരം 14-ാം അധ്യായം 9-ാം വാക്യം പറയുന്നു, എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു. യോഹന്നാൻ 10:30 പറയുന്നു, ഞാനും പിതാവും ഒന്നാവും. എങ്കിൽ ഒരു കാര്യം ഓർത്തുകൊള്ളുക, ഒരാള് പിതാവായ ദൈവത്തെ കാണാൻ ആഗ്രഹിക്കുന്നെങ്കിൽ അവൻ യേശുവിലേക്ക് നോക്കിയാൽ മതി. പിതാവിന്റെ ശബ്ദം കേൾക്കുവാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ അവൻ യേശുവിലേക്ക് നോക്കിയാൽ മതി. പുതിയ നിയമത്തിൽ പുതിയൊരു വെളിപ്പാടിന് സാഹചര്യം ഒരുക്കിയത് ഈ ഫിലിപ്പോസാണ്. എന്നെ കണ്ടവൻ പിതാവിനെ കണ്ടിരിക്കുന്നു എന്നുള്ളൊരു വചനത്തിന്റെ വെളിപ്പാട് പുതിയ നിയമസഭയ്ക്ക് ഒരുക്കി കൊടുക്കുവാൻ മുഖാന്തരമായത് ഫിലിപ്പോസാണ്. ആ ഫിലിപ്പോസിന്റെ ചോദ്യത്തിലാണ് പിതാവായ ദൈവത്തെ കാണുവാൻ ഇടയായത്. ആരും ദൈവത്തെ ഒരു നാൾ കണ്ടിട്ടില്ല, കാണാൻ കഴിയുകയില്ല. എന്നാൽ പുത്രനായ ക്രിസ്തു അവനെ വെളിപ്പെടുത്തിയിരിക്കുന്നു എന്നുള്ളൊരു മർമ്മം നമുക്ക് ലഭിക്കാനിടയായത് ഫിലിപ്പോസിന്റെ ഒരു ചോദ്യമാണ്. കാണാൻ കഴിയാത്ത ദൈവത്തെ വെളിപ്പെടുത്തിയ ദൈവപുത്രനായ ക്രിസ്തു എന്നൊരു വെളിപ്പാട്. ആ കാഴ്ചപ്പാടിൽ വ്യത്യാസം വന്നു. ഇന്ന് പൽക്കാലം കാണേണ്ടവരെ ഒന്ന് കാണാനായിട്ട് കണ്ണു തുറക്കാം. നിന്റെ അടുക്കൽ യേശുവുണ്ട്. സ്തോത്രം. നിന്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം യേശുവാണ്. യേശുവിൽ സമ്പൂർണതയുണ്ട്. ക്രിസ്തുവിൽ എല്ലാ ചോദ്യങ്ങൾക്കും ഉത്തരമുണ്ട്. സ്തോത്രം. ഞാനിവിടെ പറഞ്ഞു നിർത്താൻ പോകുകയാണ്. ഫിലിപ്പോസിന്റെ 6 പ്രത്യേകത ഞാൻ പറഞ്ഞു. 1, എന്നെ അനുഗമിക്ക എന്ന് ശിഷ്യന്മാരിൽ ആദ്യമായിട്ട് പറഞ്ഞ ഫിലിപ്പോസിനെയാണ്. 2, താൻ കണ്ട യേശുവിനെ കുറിച്ച് ഒരു സുവിശേഷം പറയാൻ നഥാനിയേലിന്റെ അടുത്ത് എന്ന് പറഞ്ഞപ്പോൾ ഒരു നല്ല പ്രതികരണമല്ല ലഭിച്ചത്. പക്ഷെങ്കിൽ അതിൽ കൂടി അവൻ പിന്നോട്ട് പോയില്ല. അവൻ വന്നു കാണുക എന്ന് പറഞ്ഞ് യേശുവിലേക്ക് നഥാനിയേലിനെ നടത്തി. എങ്കിൽ ഓർത്തുകൊള്ളുക, തർക്കിച്ചു വാദിച്ച് സ്ഥാപിക്കേണ്ടതല്ല ജീവിക്കുന്ന യേശു. കാരണം ഒരു യാഥാർത്ഥ്യമായതുകൊണ്ട് തർക്കിക്കേണ്ട ആവശ്യമില്ല. യേശുവിനെ കാണാനായിട്ട് ആഹ്വാനം ചെയ്താൽ മതി. 3, അവൻ കണ്ട യേശുവിനെ കുറിച്ച് അവന് ഉറപ്പുണ്ട്. അവൻ നഥാനിയേലിന്റെ അടുത്ത് പറയുന്നു, ആ യേശു തന്നെ. ആര്? ന്യായപ്രമാണത്തിലും പ്രവാചക പുസ്തകത്തിലും എഴുതിയിരിക്കുന്നവനെ ഞാൻ കണ്ടു. അത് നസ്രേനായ യേശു തന്നെ. സ്തോത്രം. അവൻ ഉറപ്പോടാണ് പറയുന്നത്. വൽക്കാലം ഉറപ്പോട് പറയണം, യേശു ജീവിക്കും ദൈവമാണ്. യേശു സാക്ഷാത് ദൈവപുത്രനാണ്. അവനൊരു സംശയവുമില്ല. സ്തോത്രം. ഞങ്ങൾ മശിഹായെ കണ്ടെത്തിയിരിക്കുന്നു. സ്തോത്രം. ന്യായപ്രമാണത്തിൽ മോശെ പ്രവാചകന്മാരും പറഞ്ഞിരിക്കുന്നവനെ കണ്ടെത്തിയിരിക്കുന്നു. അവൻ യോസേപ്പിന്റെ പുത്രനായ യേശു എന്ന നസ്രേത്തുകാരൻ തന്നെ. യോഹന്നാൻ 1:45 തന്റെ ജീവിതത്തിൽ ഏറ്റവും വലിയ കണ്ടുപിടുത്തം ന്യായപ്രമാണത്തിൽ എഴുതിയിരിക്കുന്ന യേശുവിനെ കണ്ടെത്തി എന്നുള്ളതാണ്. ഇന്നുവൽക്കാലം നമ്മുടെ കാഴ്ചപ്പാട് വ്യക്തമായെങ്കിൽ ഓർത്തുകൊള്ളുക, നിന്റെ ഉള്ളിൽ ഒരു ഉറപ്പുണ്ട്. യേശു ആരാണെന്ന് ഉറപ്പുണ്ട്. നീ സംശയിക്കേണ്ട. ഇവനൊരു ഉറപ്പുണ്ട്. ഉറപ്പുടൻ പറയുകയാണ്, അവൻ തന്നെ, അവൻ തന്നെ. ഇന്ന് വൽക്കാലം പറ, യേശു എന്റെ ദൈവമാണ്, എന്റെ രക്ഷകനാണ്, എന്റെ വീണ്ടെടുപ്പുകാരനാണ്. എനിക്കതിലൊരു സംശയമില്ലെന്ന് ഉറപ്പോട് പറ. സ്തോത്രം. അടുത്ത 4-ാമത്തെ ഒരു പ്രത്യേകത, എത്ര ജനമുണ്ടെങ്കിലും, എത്ര വലിയ ജനക്കൂട്ടമുണ്ടെങ്കിലും അവർക്ക് വേണ്ട ആഹാരത്തിന് കണക്കൂട്ടി പറയുവാൻ വളരെ വിദഗ്ധനായിരുന്ന ഫിലിപ്പോസ്. 5-ാമത്തെ ഒരു പ്രത്യേകത, യേശുവിന്റെ അടുക്കിലേക്ക് മറ്റുള്ളവരെ നയിക്കാനുള്ള ഒരു കൃപ അവനുണ്ടായിരുന്നു. യവനന്മാർ കടന്നു വന്ന് യേശുവിനെ കാണുന്ന ആഗ്രഹിച്ചപ്പോൾ ഫിലിപ്പോസിനോട് വന്ന് പറയുക. 6-ാമത്തെ ഒരു പ്രത്യേകത,
ഏറ്റവും വലിയൊരു ആഗ്രഹം അവൻ യേശുവോട് പറയുന്നു, പിതാവിനെ ഞങ്ങൾക്ക് കാണിച്ചു തരണം. യേശുവിനെ എനിക്കൊന്ന് കണ്ടാൽ മതി. എനിക്ക് എന്റെ യേശുവിനെ കണ്ടാൽ മതി. ഇഹത്തിലെ മായാസുഖം വിട്ടാൽ മതി. ഇത് വൽക്കാലം എത്രയൊക്കെ പറയാൻ കഴിയും സഹോദര സഹോദരി. യേശുവിനെ എനിക്കൊന്ന് കണ്ടാൽ മതി. സംതൃപ്തി അവന്. യാക്കോബ് പറഞ്ഞതുപോലെ എന്റെ മകൻ യോസേഫ് ജീവിച്ചിരിക്കുന്നു, മതി, ഞാൻ അവനെ കാണും. സ്തോത്രം. നമ്മുടെ ജീവിതത്തിലെ നിരാശകൾ, ശൂന്യത മാറാൻ ഒറ്റ കാര്യം ചെയ്താൽ മതി. കർത്താവേ, എനിക്ക് നിന്നെ ഒന്ന് കാണണം, എനിക്ക് നിന്റെ തേജസ് ഒന്ന് കാണണം. മോശയുടെ ആഗ്രഹം പടിപടിയായി പറഞ്ഞതുപോലെ എനിക്ക് ഇതിന്റെ സാന്നിധ്യം ഒന്ന് അനുഭവിക്കണം. അത് കഴിഞ്ഞ് അവന്റെ ആഗ്രഹം വീണ്ടും വളരുകയാണ്, എനിക്ക് നിന്നെ ഒന്ന് കാണണം. ഇന്നലെ കണ്ട അനുഭവമല്ല സഹോദര. ഇന്ന് പകൽക്കാലം ഒരു പുതിയ അനുഭവത്തിനായി പ്രാർത്ഥിക്കട്ടെ. എന്റെ യേശുവിനെ എനിക്കൊന്ന് അറിയണം, എന്റെ യേശുവിന്റെ സാന്നിധ്യം എനിക്കൊന്ന് അനുഭവിക്കണം, യേശുവിനെ എനിക്കൊന്ന് കാണണം. പൗലോസ് 3 സ്വർഗത്തോളം എടുക്കപ്പെട്ട് ആ സ്വർഗീയ ദർശനം കണ്ടു കഴിഞ്ഞപ്പോൾ, സ്തോത്രം, അവന്റെ ശൂന്യത എല്ലാം മാറി. അവന്റെ ഗാർബേജ് എല്ലാം അവൻ എടുത്തു കളയാണ്. എല്ലാം ചപ്പും ചവറുമാണ്. അവന്റെ സർട്ടിഫിക്കറ്റും അവന്റെ സ്ഥാനവും മാനവും സമ്പത്തിനെ എടുത്തെറിയുകയാണ്. അല്ലെങ്കിൽ ഗാർബേജ് ആക്കി തോന്നുകയാണ്. യേശുവിനെ കണ്ടു കഴിഞ്ഞാൽ അതാണ് ഏറ്റവും വലിയ സമ്പത്ത്. ആ സമ്പത്ത് കണ്ടു കഴിഞ്ഞാൽ ഇവിടുത്തെ എല്ലാം ചപ്പും ചവറുമാണ്.